ഞാൻ എപ്രകാരമാണ് കർത്താവായ യേശുവിനെ എന്റെ രക്ഷിതാവായി സ്വീകരിക്കുവാൻ ഇടയായത് എന്ന ആ സംഭവമാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത്. എന്റെ മുഴുവൻ പേര് ബാലകൃഷ്ണൻ നായർ എന്നാണ്. TS ബാലൻ എന്ന പേരിൽ ഇപ്പോൾ അറിയപ്പെടുന്നു. എന്റെ സ്വദേശം കോട്ടയം ജില്ലയിലുള്ള പൊൻകുന്നത്തിന് സമീപമുള്ള ഒരു ഗ്രാമമാണ്. എന്റെ 13 വയസ്സ് വരെയുള്ള കാലത്ത് ഞാൻ അവിടെയാണ് ജീവിച്ചിരുന്നത്. എന്റെ ചെറുപ്പത്തിൽ തന്നെ എന്റെ പിതാവ് മരിച്ചുപോയി. എന്റെ അമ്മ എന്നെ വളരെ കഷ്ടപ്പെട്ടാണ് വളർത്തുവാനിടയായത്. എനിക്കിടയതായിട്ട് ഒരു പെങ്ങളും ഒരു അനിയനുമുണ്ട്. ആ കാലത്തൊക്കെ പട്ടിണിയുടെ കാലമാണ്. 1960-70 കാലങ്ങൾ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധവും ഇന്ത്യ ചൈന യുദ്ധവും ഒക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് കഠിനമായ പട്ടിണിയിലൂടെയാണ് ഞങ്ങൾ കടന്നുപോയത്. അല്പസ്ഥലമൊക്കെ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നെങ്കിലും അതുകൊണ്ടൊന്നും ജീവസന്ധാരണത്തിന് തികയുമായിരുന്നില്ല. അതുകൊണ്ട് സാമ്പത്തിക പരാധീനതകൾ ഉണ്ടായിരുന്നു, എല്ലാവിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നു. ചെറുപ്പം മുതലേ ഞാൻ ആത്മീയ കാര്യങ്ങളിൽ അതീവ തൽപരനായിരുന്നു. ഹൈന്ദവ ഗ്രന്ഥങ്ങൾ വായിക്കുവാനും ഹിന്ദു പുരാണങ്ങളെ കുറിച്ച് സാമാന്യ അറിവ് നേടുവാനും എനിക്ക് കഴിഞ്ഞു. മാത്രമല്ല, ഞങ്ങളുടെ ഗ്രാമത്തിലെ ക്ഷേത്രത്തിൽ ഞാൻ നിത്യ സന്ദർശകനായിരുന്നു. അവിടുത്തെ ദൈവത്തിൽ, അവിടെ ഒരു ദേവിയാണുള്ളത്, ആ ദേവിയിൽ എനിക്ക് വലിയ വിശ്വാസവും ഉണ്ടായിരുന്നു. അങ്ങനെ തികഞ്ഞ ഒരു ഹൈന്ദവനായി, ഹിന്ദുമത ഭക്തനായി ഞാൻ കഴിഞ്ഞിരുന്നു. ഈ ലോകത്തിലെ പലതിനോടും എനിക്ക് അന്ന് തന്നെ താല്പര്യമില്ലായിരുന്നു. ദൈവവുമായി ബന്ധപ്പെട്ടുള്ള ജീവിതത്തിൽ എനിക്ക് അതീവ താല്പര്യമുണ്ടായിരുന്നു. പക്ഷേ അന്ന് കാര്യമായ അറിവില്ലാത്ത കാലമാണ്, ചെറുപ്പമാണ്. 12-13 വയസ്സ് വരെയുള്ള കാലത്തെ കാര്യമാണ് ഞാൻ ഇപ്പോൾ ഈ പറയുന്നത്. എന്നാൽ ഈ പട്ടിണിയും ബുദ്ധിമുട്ടും ഒക്കെ ഞങ്ങൾക്ക് ഏറെ ഉണ്ടായി കഴിഞ്ഞപ്പോൾ എങ്ങനെയെങ്കിലും അതിൽ നിന്ന് രക്ഷപ്പെടണം എന്നുള്ള ആഗ്രഹമുണ്ടായി. ആ കാലത്ത് എന്റെ അമ്മയുടെ മൂത്ത സഹോദരൻ, അദ്ദേഹം ഞങ്ങളെ ഒരിക്കൽ കാണുവാൻ വന്നു. അദ്ദേഹം ഇടുക്കി ജില്ലയിലുള്ള വണ്ടൻമേട് എന്ന സ്ഥലത്ത് കുറെ അധികം സ്ഥലമൊക്കെ വാങ്ങിച്ച് കൃഷിയൊക്കെ ചെയ്ത് സാമാന്യം നല്ല നിലയിൽ ജീവിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹം ഞങ്ങളെ കാണാൻ വന്നു. അദ്ദേഹം ഞങ്ങളോട് പറയുകയുണ്ടായി, നിങ്ങൾ ഇവിടെ ഇങ്ങനെ കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. നിങ്ങൾ വണ്ടൻമേട്ടിലേക്ക് വരികയാണെങ്കിൽ അവിടെ നന്നായി കൃഷി ചെയ്ത് ജീവിക്കുവാൻ കഴിയും. കൂടുതൽ സ്ഥലം നിങ്ങൾക്ക് ലഭിക്കും. കൃഷി ചെയ്താൽ അതുകൊണ്ട് ജീവസന്ധാരണത്തിനുള്ളത് ലഭിക്കും. ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്നതിൽ അർത്ഥമില്ല, അവിടേക്ക് പോകാം എന്ന് ഞങ്ങളെ ഉപദേശിച്ചു. അത് ശരിയായ ഒരു കാര്യമാണെന്ന് ഞങ്ങൾക്കും തോന്നി. അങ്ങനെ ഞങ്ങൾ നാട്ടിലുള്ളതായ സ്ഥലമൊക്കെ വിറ്റിട്ട് ഇടുക്കി ജില്ലയിൽ വണ്ടൻമേട് എന്ന സ്ഥലത്തേക്ക് താമസം മാറ്റി. അവിടെ എന്റെ അമ്മയുടെ സഹോദരന്റെ സഹായത്താൽ ഒരു വീടുമൊക്കെ വെച്ച് ഏകദേശം 3 ഏക്കറോളം സ്ഥലമൊക്കെ വാങ്ങി ഞങ്ങൾ താമസം ആരംഭിച്ചു. എങ്കിലും കഷ്ടപ്പാടിനും ബുദ്ധിമുട്ടിനും കാര്യമായ പുരോഗതിയൊന്നും ഉണ്ടായില്ല. അവിടെയും ഈ കൃഷിയൊക്കെ ചെയ്തു എങ്കിലും അതുകൊണ്ട് ഞങ്ങൾക്ക് ആവശ്യത്തിനുള്ളത് തികഞ്ഞിരുന്നില്ല. ഒരു വിധത്തിലൊക്കെ ഞങ്ങൾ കഴിഞ്ഞുകൂടുകയായിരുന്നു. ഞാൻ 10ാം ക്ലാസ് വരെ പഠിച്ചു. 10ാം ക്ലാസ് കഴിഞ്ഞതോടുകൂടി എനിക്ക് തുടർന്ന് പഠിക്കുവാൻ ബുദ്ധിമുട്ടായി. കാരണം ആ പ്രദേശത്തൊന്നും കോളേജില്ല. ഉള്ളത് നരിയമ്പാറ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്, കട്ടപ്പനയ്ക്ക് സമീപം. അവിടെ കോളേജിൽ സമരവും ബഹളവുമാണ് സ്ഥിരമായി. മാത്രമല്ല, ആ കാലത്ത് പഠിക്കണമെങ്കിൽ ഫീസ് കൊടുക്കണമായിരുന്നു. ഫീസ് കൊടുക്കാനുള്ള വക ഞങ്ങൾക്കില്ലാതിരുന്നത് കൊണ്ട് എന്റെ പഠിത്തം അവിടെ കൊണ്ട് അവസാനിച്ചു. എന്നാൽ കർത്താവിനെ കണ്ടതിന് ശേഷം തുടർന്ന് ഞാൻ പഠിക്കുവാനിടയായി, അത് മറ്റൊരു കഥ. എന്നാൽ സാധാരണഗതിയിലുള്ള ഫോർമൽ എഡ്യൂക്കേഷൻ അവിടെ കൊണ്ട് അവസാനിച്ചു. പിന്നീട് ഞാൻ ഒരു സാധാരണക്കാരനായി, കൃഷിപ്പണിക്കാരനായി അവിടെ ജീവിച്ചു. എന്നാൽ ആ കാലങ്ങളിൽ ഞാൻ ദൈവത്തെക്കുറിച്ചും ഒക്കെ ചിന്തിക്കാൻ തുടങ്ങി. ഏതാണ്ട് 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ ദൈവത്തെക്കുറിച്ചും ഈ ലോകത്തെക്കുറിച്ചും ഒക്കെ ചിന്തിക്കുവാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു കഴിഞ്ഞതുപോലെ ഹൈന്ദവ പുരാണങ്ങളിൽ എനിക്ക് സാമാന്യമായ അറിവുണ്ടായിരുന്നു. എന്നാൽ കുറച്ചൊക്കെ ചിന്തിക്കാൻ ബോധമായപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ഈ ഹൈന്ദവ പുരാണങ്ങളിൽ കാണുന്ന ദൈവങ്ങൾ വാസ്തവത്തിൽ അത് ദൈവങ്ങളല്ല. കാരണം ദൈവം എന്നത് പോകട്ടെ, ഒരു സാധാരണ മനുഷ്യർ അല്ലെങ്കിൽ നല്ല മനുഷ്യർ എന്ന് പോലും വിളിക്കുവാനുള്ള യോഗ്യത അവർക്കില്ല. ഞാൻ ഇതേപ്പറ്റി പറയുമ്പോൾ ആരും എന്നോട് കോപിക്കരുത്. സത്യസന്ധമായ കാര്യങ്ങൾ ഞാൻ പറയുന്നു എന്ന് മാത്രം. അങ്ങനെ എന്റെ കാഴ്ചപ്പാടിൽ ആ ദൈവങ്ങളെ നല്ല മനുഷ്യരെന്ന് പോലും വിളിക്കുവാൻ എനിക്ക് ബുദ്ധിമുട്ട് തോന്നി. ഈ ലോകം ആരാണ് സൃഷ്ടിച്ചത്? ഞാൻ വിശ്വസിക്കുന്നതായ ദൈവങ്ങൾ ആരെങ്കിലുമാണോ എന്ന് ഞാൻ ചിന്തിച്ചു. പക്ഷേ ആ ദൈവങ്ങൾ ഈ ലോകം സൃഷ്ടിച്ചു എന്ന് വിശ്വസിക്കുവാൻ എന്റെ ബുദ്ധി, എന്റെ കോമൺ സെൻസ് എന്നെ അനുവദിച്ചില്ല. ആ കാലങ്ങളിലാണ് നിരീശ്വരവാദവുമായി ബന്ധപ്പെട്ട ചില പുസ്തകങ്ങൾ എന്റെ കയ്യിൽ കിട്ടിയത്. ഞാൻ അത് വായിച്ചു. പരിണാമ സിദ്ധാന്തത്തെ കുറിച്ച് സാമാന്യം നന്നായി പഠിക്കുകയുണ്ടായി. പരിണാമ സിദ്ധാന്തത്തെ കുറിച്ച് പഠിച്ചപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. പരിണമിച്ചാണ് മനുഷ്യനുണ്ടായത് എന്ന് പറയുന്നതിൽ അല്പമൊക്കെ കാര്യമുണ്ട്. ഫോസിലുകളിൽ നിന്ന് ലഭിക്കുന്നതായ തെളിവുകൾ, അതുപോലെ മറ്റ് പലതരത്തിലുള്ള തെളിവുകളുണ്ട്.
ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ മനുഷ്യൻ പരിണമിച്ചാണ് ഉണ്ടായത് എന്ന് പറയുന്നതിൽ അല്പമൊക്കെ കാര്യമുണ്ട് എന്നെനിക്ക് തോന്നുവാനിടയായി. അത് ശരിയല്ല എന്ന് പിന്നീട് അറിഞ്ഞു. എങ്കിലും അന്നത്തെ എന്റെ അറിവ് വെച്ച് നോക്കുമ്പോൾ അത് ശരിയാണെന്ന് എനിക്ക് തോന്നി. മാത്രമല്ല, ഈ പരിണാമ സിദ്ധാന്തവും ഒക്കെ പഠിപ്പിക്കുന്നത് സാധാരണക്കാരായ വ്യക്തികളല്ല. സാമാന്യം സയൻസിനെ കുറിച്ച് അറിവുള്ളവർ, അതായത് വലിയ ശാസ്ത്രജ്ഞന്മാർ പോലും ഈ പരിണാമ സിദ്ധാന്തമാണ് വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ഇത് സത്യമായിരിക്കും എന്നെനിക്ക് തോന്നുവാനിടയായി. അങ്ങനെ പരിണാമ സിദ്ധാന്തത്തെ കുറിച്ചും നിരീശ്വരവാദത്തെ കുറിച്ചും ഒക്കെ കൂടുതൽ പഠിച്ചതോടുകൂടി എനിക്ക് അല്പമെങ്കിലും വിശ്വാസം ദൈവത്തിൽ അവശേഷിച്ചിരുന്നു എങ്കിൽ അതുകൂടി നശിച്ചു. കാരണം ഹൈന്ദവ മതത്തിലെ ദൈവങ്ങളെ എനിക്ക് വിശ്വാസമില്ലാതായിരുന്നു. മറ്റൊരു ദൈവത്തെ കുറിച്ച് എനിക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ദൈവമില്ല എന്നുള്ള ചിന്തയിലേക്ക് ഞാൻ കടന്നു വന്നു. ദൈവമുണ്ട് എന്ന് പറയുന്ന ആരെ കണ്ടാലും ദൈവമില്ല എന്ന് ഞാൻ വാദിക്കുകയും അതിനാവശ്യമായ തെളിവുകൾ നിരത്തുകയും ചെയ്യുമായിരുന്നു. ദൈവമില്ല എന്ന വസ്തുത മറ്റുള്ളവരെ പറഞ്ഞു പഠിപ്പിക്കുക എന്നതായിരുന്നു ആ കാലത്തെ എന്റെ പ്രധാന ജോലി തന്നെ. അങ്ങനെ തികഞ്ഞ നിരീശ്വരവാദിയായി ഞാൻ ദേശത്ത് ജീവിച്ചു. എങ്കിലും ഞാൻ എന്റെ ഭാവിയെ കുറിച്ചൊക്കെ ചിന്തിക്കുമായിരുന്നു. ഞാൻ ഇങ്ങനെ ജീവിക്കും, കാലം കുറച്ച് കഴിയുമ്പോൾ ഞാൻ മരിക്കും. മരണശേഷം എന്താണ് സംഭവിക്കുന്നത്? നിരീശ്വരവാദത്തിന്റെ പ്രമാണങ്ങൾ അനുസരിച്ച് പറഞ്ഞാൽ മരണശേഷം ഒന്നും അവശേഷിക്കുന്നില്ല. ആത്മാവെന്നോ ജീവനോ എന്നോ ഒക്കെ പറയുന്നതൊന്നും മരണശേഷം അവശേഷിക്കുന്നില്ല. അതായത് എത്രയെങ്കിലും വർഷങ്ങൾക്ക് ശേഷം ഞാൻ മരിക്കും. ഞാൻ മരിക്കുന്നതോടെ ഞാൻ എന്ന വ്യക്തി ഇല്ലാതെയാകും. കോടിക്കണക്കിന് വർഷങ്ങൾ ഈ ലോകം നിലനിൽക്കും. പക്ഷെ ഞാൻ ഒരിക്കലും മടങ്ങി വരികയില്ല. ഞാൻ ഇല്ലാതെയാകുകയാണ്. ഈ ലോകത്തിൽ എന്തൊക്കെ നേട്ടങ്ങൾ ഞാൻ ഉണ്ടാക്കിയാലും ഒരു ദിവസം ഞാൻ ഇല്ലാതെയാകും. അതോടുകൂടി അതെല്ലാം തീരും. ഞാൻ എന്ന വ്യക്തിയെ ഇല്ല ലോകത്ത്. എനിക്കത് സഹിക്കാൻ കഴിയുന്നതിനപ്പുറമായിരുന്നു. അതുകൊണ്ട് രാത്രികാലങ്ങളിലൊക്കെ ഞാൻ ഉറങ്ങുന്നതിന് മുമ്പ് ഇതേപ്പറ്റി ചിന്തിക്കും. ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ മരിക്കും. മരിക്കുന്നതോടെ ഞാൻ ഇല്ലാതെയാകും. പകൽ സമയത്തും ഇതേപ്പറ്റിയാണ് ചിന്ത. മരണത്തെക്കുറിച്ച് ചിന്തിക്കും. ഈ ലോകത്തിൽ എന്തെല്ലാം നേട്ടങ്ങൾ കൈവരിച്ചാലും ഒരു ദിവസം മരിക്കേണ്ടി വരുമല്ലോ. അതോടെ ഞാൻ ഇല്ലാതെയാകുമല്ലോ. അതിനപ്പുറം ഒന്നുമില്ലല്ലോ. അങ്ങനെയുള്ളതായ ചിന്ത എന്നെ പിടികൂടിയതോടുകൂടി എനിക്ക് ജീവിതം തന്നെ അർത്ഥമില്ലാത്തതായി തോന്നി. ജീവിക്കണമെന്ന് ആശയില്ലാതായി. പക്ഷെ മരിക്കാൻ ഭയം, ജീവിക്കാൻ അതിനേക്കാൾ ഭയം എന്ന നിലയിലായിരുന്നു എന്റെ അവസ്ഥ. രാത്രിയിൽ കിടന്നാൽ ഉറക്കം വരികയില്ല. ഒരു ദിവസം മരിക്കുമല്ലോ, ഇല്ലാതാകുമല്ലോ എന്ന ഭയം. പകലും അത് തന്നെ ചിന്ത, ഒരു ദിവസം ഞാൻ ഇല്ലാതാകുമല്ലോ. അങ്ങനെ ചിന്തിച്ച് ഒരു ഭ്രാന്തനെ പോലെ ഞാൻ നടക്കുകയായിരുന്നു. ആ കാലത്തെ കുളിക്കുക, നനയ്ക്കോ, മുടി വെട്ടിക്കാനൊന്നും എനിക്ക് തോന്നുന്നില്ല. കുളിച്ചാലെന്ത്, നനച്ചാലെന്ത്, കുളിച്ചില്ലെങ്കിലെന്ത്, ഒരു ദിവസം മരിക്കുമല്ലോ. ഇതായിരുന്നു ആ കാലത്തെ എന്റെ ഫിലോസഫി. ഒരു ഭ്രാന്തനെ പോലെ ഞാൻ ആ ദേശത്ത് നടന്നു. പലരും എന്നെ കാണുമ്പം പറയും, ദൈവമില്ലാത്തവൻ പോകുന്നു. ടി.എസ്. ബാലന്റെ അനുഭവ സാക്ഷ്യത്തിന്റെ 1-ാം ഭാഗം ഇവിടെ അവസാനിക്കുന്നു.